മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് INTUC മാർച്ച് നടത്തുന്നു. ആശാമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച്. SUCI നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് പിന്തുണ നൽകിയാലും INTUC പിന്തുണ നൽകില്ലെന്ന് INTUC നേതാവ് R ചന്ദ്രശേഖർ പറഞ്ഞു. സ്ഥിരമായി ജോലി കൊടുക്കണം, അവരെ സ്ഥിരപ്പെടുത്തുന്നതാണ് നമ്മുടെ നിലപാട്. അത് വ്യക്തമായി കാര്യകാരണ സഹിതമാണ് ആ മാഗസിനകത്ത് അനൂപ് മോഹൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ആ ലേഖനം 100% INTUC പ്രസ്ഥാനം ഓൺ ചെയ്യുന്നു. അതിനകത്ത് ഒരു തെറ്റുമില്ല. സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന പല സമരങ്ങളും ഒരാഘോഷമാക്കി മാറ്റിക്കൊണ്ടു പോകുന്നത് പോലെ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു സൂചന അതിനകത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദയവായി ആ സൂചനയിലെ 2-3 വാക്കുകൾ മാത്രമായിട്ട് നിങ്ങൾ പരിഗണിക്കരുത്. എല്ലാം ആ ലേഖനം പൂർണ്ണമായി വായിച്ചാൽ ആശാ തൊഴിലാളികൾക്ക് സമീപകാലത്തുണ്ടായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഏറ്റവും ശക്തവും വ്യക്തവുമായ അഭിപ്രായമാണ് ഇന്ത്യൻ തൊഴിലാളി മാഗസീനിൽ പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതുകൊണ്ട് അത് അധികാരികളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണം, മാധ്യമങ്ങളുടെ സഹായം ഉണ്ടാകണം എന്നൊരു അപേക്ഷയാണ്. അത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും പരാമർശിച്ചു പോകണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. SUCIയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രസ്താവന ആക്ച്വലി ഈ ആശാ സമരത്തെ പൂർണ്ണമായും അതിൻ്റെ ലെജിറ്റിമസി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. SUCI എന്ന് പറയുന്നത് രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്, ഒരു തർക്കമില്ലല്ലോ. ആ സംഘടനയുടെ കൂടെ നിൽക്കുന്ന അവരുടെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് ആൾ ഇന്ത്യ UTUC എന്ന് പറഞ്ഞ സംഘടന. ഞങ്ങൾക്ക് അവരെയൊക്കെ അറിയാം, നല്ലപോലെ അറിയാം. അവർ ദേശീയ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ ദേശീയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ ചെയർമാനാണ്, കേരളത്തിലെ ചെയർമാൻ ഞാനാണ്. ദേശീയ അടിസ്ഥാനത്തിൽ ഡോക്ടർ G സഞ്ജീവ് റെഡ്ഡിയാണ്. അവിടെ ഇതുപോലൊരു സമരം, ഒരാവശ്യം ഉന്നയിച്ച് അവരൊരു സമരം ചെയ്യുമ്പോൾ നമ്മളുമായി ഒരു ആശയവിനിമയം നടത്തണമെന്ന് ഞാൻ പറയത്തില്ല. ഒരിക്കലും ആ യൂണിയൻ ഏത് സമരവും നടത്താം. നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടത് അവരുടെ ദൗത്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള സംഘടനകൾക്ക് ഒരു കത്തെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും കൂട്ടായി നമ്മൾ ആലോചിക്കുമായിരുന്നു. കൂട്ടായി നമുക്കൊരു സമരങ്ങളിലേക്ക് പോകാം. ഇത് അവർ സമരം പ്രഖ്യാപിച്ച് അവിടെ ഇരുന്നിട്ട് SUCIയുടെ ബോർഡ് വെച്ച് കറുപ്പും ചുമപ്പും അക്ഷരമുള്ള ബോർഡ്, ഞാൻ അതിനൊന്നും എതിരല്ല കേട്ടോ, എതിരാണ് എന്നുള്ള വാർത്ത നിങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഓരോ സംഘടനയ്ക്കും അവരുടെ സിമ്പലുണ്ട്, അവരുടെ ഫ്ലാഗുണ്ട്, അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട്, അവരുടെ നടപടിക്രമങ്ങളുണ്ട്. അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ബോർഡ് വെച്ച് സമരം ചെയ്യുന്നിടത്ത് INTUC പോലുള്ള സംഘടന വഴിയാധാരമായി അങ്ങ് കയറി ചെല്ലണം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. INTUC എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് UTUC എന്ന് പറഞ്ഞാൽ ഈ ആൾ ഇന്ത്യ UTUC എന്ന് പറഞ്ഞ സംഘടനയുടെ സമരത്തിലേക്ക് ചെല്ലണമെങ്കിൽ ഒന്നുകിൽ നമ്മളെ ക്ഷണിക്കണം, അല്ലെങ്കിൽ നമ്മളോട് കൺസൾട്ട് ചെയ്യണം. അങ്ങനെ ഒരു സഹായമുണ്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കും. അല്ലാതെ അവർ സമരം ചെയ്യുന്നു ഞങ്ങളെല്ലാവരും അങ്ങ് ചെല്ലണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. RB സനൂപ് വിവരമായിരുന്നു. സനൂപ്, എന്താണ് ഈ SUCI സമരത്തെ INTUC പിന്തുണയ്ക്കാതിരിക്കാനായി കാരണമായി R ചന്ദ്രശേഖർ പറയുന്നത്? പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സ്, ഇവിടെ ഈ കൊടുംവെയിലത്ത് അജിംസ്, INTUC അവർ പ്രത്യേകമായിട്ടാണ് ഈ ഒരു സമരവുമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ആശാ വർക്കർമാർ, INTUCക്ക് കീഴിലുള്ള ആശാ വർക്കർമാർ ആരോഗ്യ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിന്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് INTUCയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള R ചന്ദ്രശേഖരനാണ്. എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാമാർ നടത്തുന്ന സമരത്തിലേക്ക് പോവാത്തത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കാരണം INTUC ഒരു ട്രേഡ് സംഘടനയാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് അത് SUCI പിന്തുണയോടുകൂടിയാണ്. SUCIയുടെ കൊടിയും പിടിച്ചുകൊണ്ടാണ് അവിടെ സമരം നടത്തുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് INTUCക്ക് അവിടെ പോയി ഒരു ട്രേഡ് യൂണിയനും അവിടെ നേരിട്ട് പോയി സമരം ചെയ്യാൻ കഴിയില്ല. നേരത്തെ ഈ INTUCയും CITUയും എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് സമരം നടത്താൻ വേണ്ടി നേരത്തെ തീരുമാനിക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുമിച്ചുള്ള ഒരു സമരവുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് R ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇന്നലെ INTUCയുടെ മാസികയായിട്ടുള്ള
ഇന്ത്യൻ തൊഴിലാളിയിൽ ഈ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന സമരത്തെ പരിഹസിച്ചുകൊണ്ട് ലേഖനവും വന്നിരുന്നു. വെറും സെൽഫി പോയിന്റ് എന്ന് മാത്രമുള്ള പരിഹാസമായിരുന്നു അതിൽ വന്നത്. അതിനെ ന്യായീകരിക്കുന്ന ഒരു നടപടി കൂടിയാണ് ഇപ്പോൾ ആർ ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ആ ലേഖനത്തിൽ ഒരു തെറ്റുമില്ല, ചില വാക്കുകൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അത് പരിഹസിക്കുകയാണ്. എന്നാൽ ആ ലേഖനം മുഴുവൻ വായിച്ചെങ്കിൽ അതിൽ വിമർശിക്കപ്പെടാൻ മാത്രമായിട്ട് INTUC വിമർശിക്കപ്പെടാൻ മാത്രമായിട്ട് ഒന്നും തന്നെയില്ല. കൃത്യമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് INTUC അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. UDF കൺവീനർ എൻഎം ഹസൻ ആ INTUC ലേഖനത്തെ പിന്തള്ളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അതിൽ വ്യക്തത വരുത്താമെന്നുള്ള കാര്യം കൂടി INTUC സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കുകയാണ്. അജിംസ്. ശരി.